ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുരന്തങ്ങൾ വാർത്തയായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത മമ്മൂട്ടിയെക്കുറിച്ചാണ്. 70ാമത്തെ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിൻ്റെ കൃത്യമായ സമയം പറഞ്ഞിട്ടില്ലെങ്കിലും ആഘോഷപൂർവ്വമാണ് കേരളത്തിലും മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവരിലും വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മികച്ച നടൻ മമ്മൂട്ടിയോ അതോ ഋഷഭ് ഷെട്ടിയോ? ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം. അത് രണ്ടു പേർക്കും വേണ്ടി വാദിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്കായിരിക്കും? മമ്മൂട്ടിക്ക് തന്നെയാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റൊരു വിഭാഗമാണ് ഒരു കാരണവശാലും മമ്മൂട്ടിക്ക് ലഭിക്കില്ല, അത് ഋഷഭ് ഷെട്ടിക്കായിരിക്കും ലഭിക്കുക എന്നുള്ളത്. അതിൽ കാന്താരയിലെ അഭിനയത്തിന്, കാന്താര എന്നുള്ളത് പടം സത്യത്തിൽ അതൊരു പകുതി കച്ചവട സിനിമ തന്നെയാണെന്ന് ആലോചിക്കണം. ആ കച്ചവട സിനിമ അവാർഡ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ കച്ചവട സിനിമയ്ക്ക് മുമ്പ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സ്വാധീനമുള്ള, കേന്ദ്രത്തിലായാലും എവിടെയായാലും സ്വാധീനമുള്ള ഒരു നിർമ്മാതാവ് കൂടിയാണ് കാന്താരയുടെ എന്ന് ആലോചിക്കണം. അതുമാത്രമല്ല ഋഷഭ് ഷെട്ടി ഈ BJP ആയി അടുപ്പമുള്ളവരാണെന്നും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ വരുമ്പോൾ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ക്വാളിറ്റി അല്ല, തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. അത്തരം അവാർഡുകൾ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും മുമ്പും കൊടുത്തിട്ടുണ്ട് എന്ന് ആലോചിക്കണം. ഇത്തവണത്തെ പ്രശ്നം വെച്ചാൽ മമ്മൂട്ടിയെ അങ്ങനെ തഴയാൻ പറ്റുമോ? ഈ ഒരു ചോദ്യമുണ്ട് ജൂറിമാർക്കിടയിൽ. കാരണം മമ്മൂട്ടിയെ അറിയാത്തവരില്ല. മാത്രമല്ല മമ്മൂട്ടിയുടെ 3 സിനിമകളാണ് അവിടെ ചെന്നിരിക്കുന്നത്. ഈ 3 സിനിമകളിലും 3 വ്യത്യസ്തമായ പ്രമേയവും 3 വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ അതിൻ്റെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവാർഡ് നേടിക്കൊണ്ടിരിക്കുന്നൊരു സിനിമയുണ്ട്, നൻപകൽ നേരത്ത് മയക്കം. അത് പല ഫെസ്റ്റിവലും പോയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് പോയിട്ടുണ്ട്, പല പോയിട്ടുള്ളതാണത്. അത് വല്ലാത്തൊരു അനുഭവമായിട്ടാണ് മമ്മൂട്ടി ആ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ലോഷാക്കാണ് മറ്റൊരു സിനിമ എന്ന് ആലോചിക്കണം. ഇതിലിപ്പോൾ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നൻപകൽ നേരത്ത് മയക്കത്തിനേക്കാൾ കൂടുതലായി ശ്രദ്ധിക്കപ്പെട്ട ലോഷാക്കിലാണ് ഒരു വിഭാഗം ആരാധകരും പറയുന്നത്. പിന്നെ ഒരെണ്ണുള്ളത് പുഴു എന്നുള്ളതാണ്. ഈ 3 സിനിമകളും വ്യത്യസ്തമായ റോളുകളിൽ അഭിനയിച്ച മമ്മൂട്ടിക്കല്ലാതെ വേറെ ആർക്ക് അവാർഡ് കൊടുക്കും? ഇത് സത്യസന്ധമായി ഗ്രൂപ്പുകളില്ലാതെ രാഷ്ട്രീയം നോക്കാതെ സിനിമയെ സമീപിക്കുന്നവരുടെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ചിലർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഡൽഹിയുമായി ചില ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് പേര് പറയുന്നില്ല എന്നായിരിക്കണം, ഈ മന്ത്രിസഭയിലെ തന്നെ അടുപ്പമുള്ള ചില മലയാളികളുണ്ട്. സുരേഷ് ഗോപി അല്ല കേട്ടോ, അത് ആദ്യമേ പറഞ്ഞോട്ടെ. അവരെയും സമീപിച്ചപ്പോൾ അവർ പലരും ഇപ്പോൾ പറയാറായിട്ടില്ല, അവർ ചിരിച്ച് തള്ളുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആര് വിചാരിച്ചാലും മലക്കം മറിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുൻപും മമ്മൂട്ടിക്ക് ഇങ്ങനെ പല അവാർഡുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, മമ്മൂട്ടിക്ക് മാത്രമാണോ അവാർഡുകൾ നഷ്ടപ്പെട്ടത്? അല്ല, മമ്മൂട്ടിക്ക് മാത്രമല്ല. ഇവിടെ കലാഭവൻ മണിക്ക് അവാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. കലാഭവൻ മണിയുടെ ഇത്രയും വാസന്തി ലക്ഷ്മി ഞാനെന്നുള്ള സിനിമയ്ക്ക് ഈ മണിക്കല്ലാതെ വേറെ ആർക്ക് അവാർഡ് കൊടുക്കും എന്ന് 99% ജൂറിമാർക്കിടയിൽ അഭിപ്രായം ഉണ്ടായിരുന്നു ആലോചിക്കണം. പക്ഷേ ആ ജൂറിമാരുടെ അഭിപ്രായം പെട്ടെന്നല്ലേ തലകീഴായി മറിഞ്ഞത്. പിന്നെന്താ ചെയ്തത്? ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ അവാർഡാണ് മണിക്ക് കൊടുത്തതെന്ന് ആലോചിക്കണം. അതുമാത്രമല്ല വേറൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ തിലകൻ ഇതുവരെ അങ്ങനത്തുള്ളൊരു ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടില്ല. അന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് പെരുന്തച്ചനിലാണെന്ന് ആലോചിക്കണം. ആ പെരുന്തച്ചൻ മത്സരത്തിന് വന്നപ്പോൾ ഇനി ആര്, തിലകൻ തന്നെ എന്ന് തീരുമാനം എടുത്ത് കഴിഞ്ഞു എന്ന് ആലോചിക്കണം. പക്ഷേ റിസൾട്ട് വന്നപ്പോഴോ അമിതാഭ് ബച്ചനായി മാറിയില്ലേ? എന്തിനാണ് മുമ്പ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് MGRന് നമ്മൾ ഏറ്റവും നല്ല റിക്ഷാക്കാരനിലെ അഭിനയത്തിന് ഈ മികച്ച നടനുള്ള അവാർഡ് കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ MGRന് അവാർഡ് കിട്ടണം, ശരിയാണ്. പക്ഷേ MGRന് ഭരത് അവാർഡ് ലഭിക്കത്തക്ക അഭിനയം ആ സിനിമയിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള സത്യമല്ലേ? പക്ഷേ അതിൻ്റെ ജൂറി സ്ഥാനത്ത് നേതാവായി പോയത് മലയാളത്തിലെ പ്രശസ്തനായൊരു നടനാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണത്: MGR കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, കുറേ വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ MGRന് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഈ അവാർഡ് ലഭിക്കില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ, അതായത് സമഗ്ര സംഭാവന എന്ന ശീർഷകത്തിൽ തന്നെയാണ് ഞങ്ങൾ അത്തരം ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച് അന്ന്
പറഞ്ഞിരുന്ന് ആലോചിക്കണം. പിന്നീട് നമ്മൾ ആലോചിക്കുകയാണ്, പിന്നീട് ഇത് വാദിക്കുക ചില കാര്യങ്ങളുണ്ട്, ചില സിനിമകൾ കണ്ടിട്ട് ചില കഥാപാത്രങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, വാദിക്കാൻ ആളുണ്ടായിരിക്കണം ഇവിടെ നിന്ന് ആലോചിക്കണം. ഇപ്പോൾ KG ജോർജ് മുമ്പ് KG ജോർജും ശ്രീകുമാരൻ തമ്പിയും ഇവിടെ ഒരുമിച്ച് ദേശീയ അവാർഡ് കമ്മിറ്റിയിൽ പോയി എന്ന് ആലോചിക്കണം. അന്ന് ഇവിടെ വലിയ വിപ്ലവം, അന്നൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതാണത്. അന്ന് മോഹൻലാലിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിയും KG ജോർജ് മമ്മൂട്ടിക്കും വേണ്ടി വാദിച്ചു എന്നുള്ളത് രഹസ്യമായ കാര്യമൊന്നുമല്ല, പരസ്യം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് എന്താണ് അങ്ങനെ ചെയ്തത്? അവസാനം എന്താ സംഭവിച്ചത്? ജോർജ് തൻ്റെ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളെ കീറി മുറിച്ച് വളരെ വ്യക്തമായി കൊണ്ട് പറയുകയും ചെയ്തു ആലോചിക്കണം. അത്രയും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോവുകയാണെങ്കിൽ ഞാനിവിടെ മലയാളത്തിലെ പ്രശസ്തനായൊരു സംവിധായകൻ ജൂറി മെമ്പറായി പോയിരുന്നാലേക്ക്, പ്രശസ്തനായ സംവിധായകനാണ്. കുറച്ചും കൂടി പേഴ്സണലായിട്ട് നമുക്ക് തുറന്ന് സംസാരിക്കാവുന്ന സംവിധായകൻ. അദ്ദേഹത്തോട് എനിക്ക് ചോദിച്ചിട്ടുണ്ട്, സാർ നിങ്ങൾ ഈ അവാർഡ് പോകുമ്പോൾ നിങ്ങളെ ആരെങ്കിലും സ്വാധീനിച്ചാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും സ്വാധീനിക്കും. അത് ഭരിക്കുന്ന ഗവൺമെൻറ് ജൂറിമാരെ സ്വാധീനിക്കാറുണ്ട്. ചിലർ സമ്മതിക്കും, ചിലർ സമ്മതിക്കില്ല എന്നാലോചിക്കണം. പക്ഷെ ആ സ്വാധീനം ഞങ്ങളിലേക്ക് വന്നു. പക്ഷെ ഞങ്ങൾ ഭൂരിപക്ഷം ജൂറിമാരും അങ്ങനെ ഗവൺമെൻറ് തീരുമാനങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞു ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല സിനിമ, നല്ല നടൻ, നല്ല നടി, ദ ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പേര് ലിസ്റ്റ് തന്നിട്ട് ആ ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞ ജൂറിമാരും കേന്ദ്ര അതായത് ദേശീയ അവാർഡ് കമ്മിറ്റിയും ഉണ്ടായിരുന്നു എന്നാലോചിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കുറച്ച് കാലമായിട്ട് BJPയുമായി അടുത്ത് നിൽക്കുന്ന, BJPയുടെ പല കാര്യങ്ങൾ ഇടപെടുന്ന അവർക്കോ അവരുടെ ബന്ധുക്കൾക്കോ അല്ലേ അവാർഡ് കിട്ടിയിരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനും പറ്റും. നമ്മുടെ മുന്നിലുണ്ടല്ലോ എത്രയോ ഉദാഹരണങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പം വേറൊരു കാര്യം പറയാം, പ്രിയദർശൻ്റെ സിനിമ. പ്രിയദർശൻ നല്ല സംവിധായകനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നല്ല സംവിധായകൻ നല്ല സിനിമകൾ ചെയ്തപ്പോഴൊന്നും അതിനൊന്നും പ്രിയദർശന് അവാർഡ് കിട്ടിയിട്ടില്ല എന്നാലോചിക്കണം. എന്നാലോ ചരിത്ര സിനിമ പറഞ്ഞപ്പോൾ, ചരിത്ര സിനിമ എന്ന് പറഞ്ഞ് എടുത്ത് മോഹൻലാൽ നായകനാക്കി വലിയ ബഡ്ജറ്റിൽ സിനിമ എടുത്ത് ആ സിനിമ 8 നിലയിൽ പൊട്ടി. അതൊരു നല്ല സിനിമ അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയദർശൻ്റെ മകന് മകന് ഒരു അവാർഡ് കിട്ടി എന്നൊഴിച്ച് പിന്നെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കൊടുത്തു എന്നാലോചിക്കണം. അതിന് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും നല്ല സിനിമ എന്ന് അവാർഡ് കൊടുത്തപ്പോൾ സത്യത്തിൽ അത് വാങ്ങാൻ പോകാൻ പാടില്ലായിരുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം നമുക്കൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ അർഹനല്ല എന്നുള്ള നമുക്ക് തീരുവയ്ക്കുക. അന്ന് അവാർഡിന് പരിഗണിക്കപ്പെട്ട യാതൊരു ക്വാളിറ്റിയും ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. അത് പ്രഖ്യാപനം കഴിഞ്ഞു, 2 ദിവസം മാറിക്കഴിഞ്ഞു. പിന്നീട് നടികളുടെ കാര്യത്തിൽ മനസ്സിലാക്കുക ഇല്ലേ, തമിഴിലെ ഒരു സിനിമ ചെയ്തപ്പോൾ അതൊരു BJP നേതാവിൻ്റെ മകൾക്കാണ് കിട്ടിയെന്ന് ആലോചിക്കണം. അതിനെക്കുറിച്ചും ആക്ഷേപങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നായിരിക്കും. ഇതൊക്കെ പ്രഖ്യാപിച്ച് 2 ദിവസം കൊണ്ട് കെട്ടടങ്ങും എന്നുള്ളതാണത്. പിന്നെ നമ്മൾ പറയുന്നത്, എന്തിനാണ് മമ്മൂട്ടി ഈ വയസ്സുകാലത്ത് ഇങ്ങനെ മത്സരിക്കാൻ പോകുന്നത്? ഇനി ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് അവാർഡ് തന്നാൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ പറയുകയല്ലേ മമ്മൂട്ടി വേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ മമ്മൂട്ടി അഭിനയിക്കുന്നു, മോഹൻലാൽ അഭിനയിക്കുന്നു, മറ്റാരഭിനയം നോക്കിയല്ല. ഇന്ന പടത്തിലെ ഇന്ന കഥാപാത്രത്തെ അതിമനോഹരമായി അഭിനയിച്ചത് ആരാണോ അവർക്കാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അവാർഡ് വേണ്ടാന്ന് പറഞ്ഞ് ശരിയാണോ? ഞാൻ എത്ര പ്രാവശ്യം അവാർഡ് സ്വീകരിച്ചെന്ന് പറഞ്ഞ് ശരിയാണോ? അതൊന്നുമല്ല. ഇപ്പോൾ കേൾക്കുന്നത് എന്താ? ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 2 പേരുടെ പേര് മുന്നിൽ നിന്ന് കളിക്കുന്നു. ചിലപ്പോൾ 2 പേർക്കും അവാർഡ് കൊടുത്തേക്കാം. മുമ്പ് ഇവിടെ 3 പേർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. എന്നാലും ചുറ്റിത്തിരിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ, അതായത് ഇതൊരു ഇന്നത്തെ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയ രീതി അനുസരിച്ച് മലയാള സിനിമയിലെ മമ്മൂട്ടിക്ക് തന്നെയാണ്, വ്യത്യസ്തമായ 3 സിനിമകളുടെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് തന്നെയാണ് ഇത്തവണത്തെ ദേശീയ അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് എന്നാണ് ഉറപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് തന്നെയായിരിക്കും ജൂറി പ്രഖ്യാപിക്കുക എന്ന് വിചാരിക്കുന്നത്. ഇനി അഥവാ ഈ പ്രഖ്യാപന സമയത്ത് പത്രമാധ്യമങ്ങളെല്ലാം സമയത്ത് അവിടെ എന്തെങ്കിലും തരികിട കളിച്ചാൽ മാത്രമേ മമ്മൂട്ടിയുടെ പേര് മറിഞ്ഞു പോവുകയുള്ളൂ, വെട്ടിക്കളയുള്ളൂ. അതുവരെ നമുക്ക് കേട്ട അറിവ് വെച്ച് തന്നെ മമ്മൂട്ടി തന്നെയാണ് മികച്ച നടൻ.